ഇതാണ് അതൊക്കെ ചെയ്തിട്ടുള്ള ആളായി ഇരിക്കുന്നത്. എത്രയൊക്കെ ഇപ്പം എന്തായാലും ഒരു 4-5 മണിക്കൂറേ ഇത് കൂത്ത് വെച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ എടുത്ത് കടിച്ചു നോക്കിയപ്പോൾ നല്ല മയം ഉണ്ടല്ലോ. പിന്നെ അത് പ്രത്യേകിച്ച് എന്താ ചേർക്കണേ? ഇനി ഇത് 4-5 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒരു 2 വിസിൽ വിട്ട് എടുക്കാം. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടി വേവിക്കാം. സുഹൃത്തിൽ അതിൻ്റെ കൂടെ കിട്ടേക്കുന്നുണ്ടല്ലോ നല്ല ഒന്നാമതിന് കിടിലം വലിയ മത്തി. കുറച്ച് ദിവസമായിട്ട് കുഞ്ഞൻ മത്തി കഴിച്ച് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വില എന്ന് പറയണത് ഞങ്ങൾ പത്തനംതിട്ടക്കാർക്ക് ഈ സാധനം കിട്ടുന്ന ഇപ്പം ഒരു 300 തന്നെ പറഞ്ഞ 260 രൂപ ഒരു കിലോയ്ക്ക്. അപ്പോൾ 260 രൂപ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ 350 വാങ്ങിച്ചത്. എന്തായാലും കറി വെച്ചിട്ട് ഉണക്ക കപ്പയും കൂടെ കഴിക്കാം. കുഴപ്പമില്ല, നല്ല മത്തിയാ തോന്നുന്നില്ലേ? 1-2 പഴുത്താ കേട്ടോ. ആണോ? അത് ഉറപ്പായിട്ടും കാണാം. 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ല, കണ്ടിട്ട് നല്ല നെയ് മത്തിയാന്ന് തോന്നുന്നു. നെയ് മത്തിയാ നല്ല. അതിനകത്ത് മറ്റെന്തോ മുട്ടയ്ക്ക് വെന്തോന്ന് പറല്ലോ, അരലിനൊക്കെ പണ്ടാകുമ്പോൾ. അപ്പോൾ അരലിന് കൊണ്ടൊരു മീനുണ്ടേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഒരു കുഴമ്പം കറിയാൻ വെക്കാം. സാധാരണ നോർമൽ അരപ്പ് തന്നെ അല്ലേ? അതെ, കാന്താരി ഉണ്ടല്ലോ. കാന്താരി, ജീരകം, തേങ്ങ, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും അതും കൂടി ഇട്ട് ചീനിക്ക് അരപ്പെടുന്നതിന് മുന്നേ മീൻ വാരിയിടാം. കുഴമ്പം കറിയായിരിക്കും ഉദ്ദേശിക്കുന്നല്ലേ? അതെ, സാധാരണ ഇങ്ങനെ വെക്കാറില്ല. അതെ, ഇച്ചിരി ചാറ് വേണം ഇവിടെ എല്ലാവർക്കും. നെയ്യുള്ള മത്തിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോട്ടറിയാണ് സുഹൃത്തുക്കളെ. നെയ്യുള്ള മത്തിയാണെന്ന് ഞാൻ പറയുന്നു, ചേട്ടൻ ഇല്ലെന്ന് പറയുന്നു. ഉണക്ക കപ്പയുടെ കൂടെ നെയ്യുള്ള മത്തിക്കറിയും കൂടെ ന്യായ രുചിയായിരിക്കും. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇടാം. ഇഷ്ടംപോലെ കരിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ. നല്ലതാ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇറച്ചി എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം. കുക്കറിലല്ലേ, മറ്റേ കുക്കർ ചെറുതായിരുന്നു, ഇട്ട് ഇളക്കാൻ പാടാ. അതുകൊണ്ട് കുക്കർ മാറ്റി. എന്താ വേണം വരുന്നത്? കരിവേപ്പിലയുടെ വേണം കേട്ടോ. അതെ, മലയാളിയുടെ പ്രിയപ്പെട്ട മത്തിക്കറി തിളയ്ക്കുന്ന തിള കണ്ട. എത്രയൊക്കെ മീനുണ്ടെങ്കിലും എൻ്റെ പൊന്നെ, അയ്യോ ആവി പിടിച്ചു. ആ ഫ്രെയിം അങ്ങ് പോയി. എടുത്തേ. എത്രയൊക്കെ മീനുണ്ടെങ്കിലും ഉണ്ടല്ലോ, മലയാളിക്ക് എൻ്റെ പൊന്നെ ഇതാണ് സ്വർഗം. നോക്ക്. അപ്പോൾ ദമ്മൊന്ന് പൊട്ടിച്ചേ. എങ്ങനെ നോക്കാം. എൻ്റെ പൊന്നെ സൗന്ദര്യം, ബ്യൂട്ടി. ഇതിങ്ങനെ കഴിക്കുന്നല്ലേ ഇഷ്ടം. പിന്നെ നോക്കാം സുഹൃത്തുക്കളെ, കണ്ടില്ലേ? മനോഹരം. ഓ ഇടൂ. രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതല്ല, രാവിലെയാണ് ഇട്ടത്. പക്ഷെ നല്ല പോലെ വന്നിട്ടുണ്ട്. കുക്കറിട്ടല്ല ഉണ്ടോ? അടുപ്പിലാണെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പ് വേണം കേട്ടോ. മീൻകറിക്ക് ഉപ്പുണ്ട്. അയ്യോ ഐഡിയ. അപ്പോൾ ബാ അതങ്ങോട്ട് കോരി അങ്ങോട്ട് ഇട്ടെ. എൻ്റെ പൊന്നേ, ഇനി അതിൻ്റെ ഒന്ന് ഉടച്ച് ഒന്ന് ലെവലാക്കി അതങ്ങനെ. ഇനി ഇതിലോട്ട് ഈ സൗന്ദര്യമുള്ള മത്തിക്കറി ചാറോടുകൂടി അങ്ങനെ ഒന്ന് ഒഴിച്ച മണ്ടയ്ക്കോട്ട്. എൻ്റെ ദൈവം, ഇച്ചിരി ചാറങ്ങോട്ട് ഒഴി. അതെ, ഇതും കൊണ്ടങ്ങ് ഓടിക്കോ, സംസ്ഥാനം വിട്ടോ. സത്യം പറ, മീൻകറിക്ക് ഉപ്പുണ്ടെന്നല്ലേ നീ പറഞ്ഞേ? സെറ്റായോ? ഈക്വലായോ? സമമായി. അടിപൊളി. എൻ്റെ ചക്കര കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്തോ അഭിപ്രായം പറ. ഇതൊക്കെ ഇഷ്ടം പോലെ ചെയ്ത ആളല്ലയോ എൻ്റെ പൊന്നോ. അമ്മച്ചേ, നമ്മളെ കൊള്ളാവടി. സത്യം പറ, നിങ്ങളെയൊക്കെ ഇന്നത്തെ ജനറേഷൻ ഇതൊന്നും വലിയ പാടാ. ഇതൊക്കെ എടാ, നിനക്ക് വലിയ ഐഡിയ ഉണ്ട് എന്തോന്ന്? എന്ത് കപ്പയാന്ന് പറ. അയ്യോടി മക്കളെ, ഒരു കപ്പ നമ്മൾ സാധാരണ കപ്പ വേവിക്കത്തില്ലേ, കടയിൽ നിന്ന് വാങ്ങുന്ന ചീനി, ആ ചീനി ഉണക്കിയിട്ട് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കും. ശരിക്കും എന്തിനാ അങ്ങനെ ചെയ്യുന്ന അറിയോ? ഇപ്പം നമ്മളിപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം നമുക്കിപ്പോൾ എന്ത് നിങ്ങൾക്കെല്ലാം കിട്ടും. നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും കേട്ടോ. പക്ഷേ ഇതേ സാധനത്ത് പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ ഭക്ഷണങ്ങളുള്ള സമയത്ത് അത് ഉണക്കി സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കും. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ നമുക്കത് കഴിക്കാൻ വേണ്ടി, ആഹാരത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. പണ്ടത്തെ സ്ഥിരം പരിപാടിയാണ്. ചീനി, ചക്കയൊക്കെ ഉണക്കി ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ആ സീസൺ ടൈമിൽ എടുക്കും, പിന്നെ ഉണക്കി നമുക്ക് ഉപയോഗിക്കും. ഇതാണ് അതൊക്കെ ചെയ്തിട്ടുള്ള ആളായി ഇരിക്കുന്നത്. സത്യം കൊള്ളാവോ? എന്താണ് ഒരു കുറവില്ലയോ? എല്ലാം നല്ലതല്ലേ? മീൻകറി എങ്ങനെയുണ്ട്?
നല്ലതാ. നല്ലതാ നല്ലതാ. പിന്നെ ഇച്ചിരി ഒരു പിടി പിടിക്കണം. അതെ പിടി അങ്ങോട്ട് പിന്നല്ല ഉണ്ടോ? ആ എന്നാ കഴിച്ചോ. ഫുള്ള് കഴിക്കണം കേട്ടോ, കളയല്ലേ. എല്ലാരും കഴിക്കും. എല്ലാരും കഴിക്കാം. ഫുള്ള് കഴിക്കണേ. അപ്പം സുഹൃത്തുക്കളെ ഒരു ടാറ്റാ ബൈ ബൈ എല്ലാവരോടും പറഞ്ഞേ. ടാറ്റാ അങ്ങനെ ടാറ്റ പറ. ലാസലാം. ലാസ്റ്റ് പറ. ഞങ്ങൾ കഴിക്കുന്ന തിരക്കിലാണ്. അതെ.